ഗൈസ്, ഇന്ന് നമുക്കൊരു ഹെൽത്തി സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് കുറച്ച് റാഗി, ചെറുപയർ, ഉഴുന്ന്, പച്ചരി ഇവയെല്ലാം ഈക്വൽ എമൗണ്ടിൽ എടുത്ത ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 3 to 4 hours സോക്ക് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ മാവായിട്ട് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത മാവ് ഒരു ഓവർനൈറ്റ് നമ്മൾ റൈസ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് സാമ്പാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാമ്പാർ പരിപ്പ് എടുക്കുക. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കുക. അതിലേക്ക് ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവോള, കുറച്ച് ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള വേറെ പച്ചക്കറികളിടാം. ഞാനിവിടെ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഇത്തിരി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സാക്കി കൊടുക്കുക. ഈ മിക്സായ ഇതിലേക്ക് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മളൊരു 3 വിസിൽ വരുന്നത് വരെ വേവിക്കാൻ പോവാണ്. ഇതൊരു ഈസി ടൈം എളുപ്പത്തിൽ ലാഭിക്കാൻ പറ്റുന്ന പോലെയുള്ളൊരു സാമ്പാർ വയ്ക്കുന്ന രീതിയാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഇളക്കി നമ്മൾ കുക്കറിൽ വിസിൽ വരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരു 2-3 വിസിൽ വരുമ്പോഴത്തേക്കിനും നമ്മളുടെ പരിപ്പും ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് കാണും. ഇതിലേക്ക് നമ്മൾ ഒരു മുരിങ്ങക്കായ്, ഒരു 4 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഞാൻ 4 വെണ്ടയ്ക്ക ഇതെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടെ കുറച്ച് വേവിച്ചെടുക്കും. ഇനി വെണ്ടയ്ക്കും മുരിങ്ങക്കായും വിസിലടുപ്പിച്ച് വേവിച്ച് കഴിഞ്ഞാൽ അത് വെന്തുടഞ്ഞ് പോവും. നമുക്ക് കഴിക്കാൻ വലിയൊരു സുഖം കിട്ടില്ല സാമ്പാറിന്. അതിനാണ് സെപ്പറേറ്റ് വേവിക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് പുളിവെള്ളം, ചെറിയൊരു പിടി പുളി നന്നായിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് പുളിവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നു. ഇതും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി അരപ്പ് നോക്കാം. ഈ അരപ്പാണ് തിളച്ച് വരുമ്പോൾ ചേർക്കുന്നത്. ഈ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് വലിയ ജീരകം, അതിലേക്ക് വെളുത്തുള്ളി ഒരു 3-4 അല്ലി, ഒരു കായത്തിൻ്റെ ഒരു പൊട്ട്, പിന്നെ ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി എന്ന് പറയുന്നത് ചെറിയ ഉള്ളി ഒരു 3-4 എണ്ണം, അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുക്കുമ്പോൾ തേങ്ങ കുറച്ച് പരുവായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് സാമ്പാർ പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇവയെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ചൊരു ബ്രൗണിഷ് കളറായിരിക്കും. ഈ ബ്രൗണിഷ് കളറാണ് ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. ഇതാണ് ഇതിൻ്റെ പാകമായിട്ടുള്ള അവസ്ഥ. ഈ അരപ്പ് എന്നിട്ട് നമ്മളുടെ വെന്ത് വന്നിരിക്കുന്ന സാമ്പാർ കഷ്ണങ്ങളിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊരു തിള വരുന്നവരെ നന്നായിട്ടൊന്ന് തിളച്ച് വെന്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ മല്ലിയില കുറച്ച് ചേർക്കും. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ കറി റെഡി. ഇനി നമുക്ക് ദോശ ചുടാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നന്നായിട്ട് ദോശ ഒഴിച്ച് പരത്തി കൊടുക്കുക. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് മറച്ചിട്ടിട്ട് ടോസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ എടുക്കാം. ഇങ്ങനെയാണ് ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ദോശ ചുടുന്നേക്കാളും നമുക്ക് പ്രോട്ടീൻ റിച്ചാണ്, നല്ല അയൺ റിച്ചാണ് രാഗി ചേർത്തത് കൊണ്ട്. നമുക്ക് ഇത് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുമല്ലോ. ബൈ.